ഖൽബുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഉത്തരം യാസീൻ. മുലകുടി ബന്ധം വഴി നബിയുടെ സഹോദരനായി വരുന്ന പിതൃവ്യൻ ആര്? ഉത്തരം ഹംസ റളിയല്ലാഹു അൻഹു. ബാങ്ക് വിളി നടപ്പിലായത് എപ്പോൾ? ഉത്തരം ഹിജ്റ 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു? ഉത്തരം 4. നോമ്പിന് അത്താഴം കഴിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഉത്തരം സുന്നത്ത്. സ്വർഗത്തിൽ നബിയുടെ കൂട്ടുകാരൻ ആരായിരിക്കും? ഉത്തരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. രോഗിയെ സന്ദർശിക്കൽ. ഉത്തരം സുന്നത്ത്. ബിസ്മി ഇല്ലാത്ത സൂറത്ത് ഏതാണ്? ഉത്തരം തൗബ. ആദ്യം കഅബ നിർമ്മിച്ചത് ആരാണ്? ഉത്തരം ആദം നബി അലൈഹിസ്സലാം. ഖദീജ ബീവി വഫാത്തായത് എത്രാമത്തെ വയസ്സിലായിരുന്നു? ഉത്തരം 65-ാമത്തെ വയസ്സിൽ. ഇഞ്ചീലിൻ്റെ ഭാഷ ഏതാണ്? ഉത്തരം സുറിയാനി. ഒരു സോഹ് എത്ര ലിറ്ററാണ്? ഉത്തരം ഖദീജ ബീവിയുടെ പിതാവിൻ്റെ പേരെന്താണ്? ഉത്തരം ഹുവൈലിദ്. ഫാത്തിഹ എത്ര ആയത്താണ്? ഉത്തരം 7. നമ്മുടെ നബിയെ നിയോഗിക്കപ്പെട്ടത് ആരിലേക്കെല്ലാം? ഉത്തരം മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും. സുജൂദ് തിലാവയുടെ വിധി എന്താണ്? ഉത്തരം സുന്നത്ത്. ഹജ്ജിൻ്റെ ഫർളുകൾ എത്രയാണ്? ഉത്തരം 6. ഷാഫി ഇമാം ജനിച്ച വർഷം എന്നാണ്? ഉത്തരം ഹിജ്റ 150. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ റക്അത്തിൽ എത്ര തക്ബീറുണ്ട്? ഉത്തരം 5. നബിയുടെ വഫാത്തിനു ശേഷം ആയിഷ ബീവി എത്ര കാലം ജീവിച്ചു? ഉത്തരം 47 വർഷം. ആദ്യത്തെ അത്തഹിയാത്തിൻ്റെ വിധി എന്ത്? ഉത്തരം ശക്തിയായ സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കുട്ടി ആരാണ്? ഉത്തരം ഖാസിം. ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ഇറങ്ങി വരും ആര്? ഉത്തരം റഹ്മത്തിൻ്റെ മലക്കുകൾ. നബിയുടെ വഫാത്തിനു ശേഷം ഫാത്തിമ ബീവി എത്ര കാലം ജീവിച്ചു? ഉത്തരം 6 മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകാന്തവാസം അനുഷ്ഠിച്ചത് എവിടെ? ഉത്തരം ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ. അടിമത്തുമോചനം ലഭിച്ചവരിൽ ഇസ്ലാം മതം ആദ്യമായി വിശ്വസിച്ചത് ആര്? ഉത്തരം സയ്യിദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. സിറിയയുടെ മറ്റൊരു പേരെന്താണ്? ഉത്തരം ഷാം. രണ്ടാം സിറിയ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് എത്രയായിരുന്നു? ഉത്തരം 25. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വാലിബിൻ്റെ കൂടെ സിറിയയിലേക്ക് പോയപ്പോൾ കണ്ടുമുട്ടിയ ക്രിസ്ത്യൻ പുരോഹിതൻ്റെ പേരെന്താണ്? ഉത്തരം ബഹീറ. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം എല്ലാ കാലക്കാർക്കും എല്ലാ ജനങ്ങൾക്കും നേർമാർഗം കാണിക്കാൻ വേണ്ടി. നിസ്കാരം നിർബന്ധമായ മാസം ഏതാണ്? ഉത്തരം
റജബ്. അബ്ഹാല് സുന്നത്തുകളിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഉത്തരം സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. വെള്ളം ലഭിക്കാത്തവനും രോഗം കൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ പാടില്ലാത്തവനും എന്ത് ചെയ്യണം? ഉത്തരം തയമ്മും ചെയ്യണം. മനുഷ്യൻ, മത്സ്യം, ജറാദ്, പന്നി എന്നിവയുടെ ശവങ്ങളിൽ നജസായ ശവം ഏതാണ്? ഉത്തരം പന്നി. ലഹരിദ്രാവകങ്ങൾ ശുദ്ധിയാവും എങ്ങനെ? ഉത്തരം സ്വയം സുർക്കയായാൽ. അള്ളാഹു എന്ന ഇസ്മിലുള്ള ലാമിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ലാമുൽ ജലാലത്ത്. ഷംസിയായ ഹർഫിൻ്റെ മുമ്പ് വന്ന അൽ എന്നതിലെ ലാമിനെ എന്ത് ചെയ്യണം? ഉത്തരം ഉച്ചരിക്കേണ്ടതില്ല. പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ഏതാണ്? ഉത്തരം പരലോകം. ഒരു ഭയങ്കര തീ പുറപ്പെടും എവിടെ നിന്ന്? ഉത്തരം യമനിൽ നിന്ന്. ഫാത്തിഹയിൽ എത്ര ഷദ്ദുണ്ട്? ഉത്തരം 14. സത്യനിഷേധത്തിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ്? ഉത്തരം റിദ്ദത്ത്. മനുഷ്യ ഹൃദയങ്ങൾ ദുർബോധനം നടത്തുന്നതാരാണ്? ഉത്തരം പിശാച്. ക്ഷമയുടെ ഉത്തമ മാതൃകയായ പ്രവാചകൻ ആരാണ്? ഉത്തരം അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലണം എപ്പോൾ? ഉത്തരം വിപത്തുകൾ സംഭവിച്ചാൽ. മറ്റു അവയവങ്ങൾ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കുന്നതാര്? ഉത്തരം മനസ്സ്. ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കലാണ് എന്ത്? ഉത്തരം തസ്കിയത്തുൽ ഖുലൂബ്. നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും പുരോഗതിക്കും വേണ്ടിയായിരിക്കണം ആരുടെ ലക്ഷ്യം? ഉത്തരം ഓരോ പൗരൻ്റെയും. നമ്മുടെ രാജ്യം എല്ലാ മതസ്ഥരും ഒരുപോലെ ശാന്തിയോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഒരു ഇന്ത്യയായിരിക്കണം എന്നത് ആരുടെ സ്വപ്നമായിരുന്നു? ഉത്തരം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ. ബദർ യുദ്ധം നടന്നത് എന്നാണ്? ഉത്തരം റമളാൻ 17-ന്.